ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടിട്ട് ഇത് എന്താണെന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഇതൊരു പൈനാപ്പിൾ പച്ചടിയാണ്. ആദ്യം തന്നെ അതിന് ഞാൻ ഒരു പകുതി പൈനാപ്പിൾ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം മത്തങ്ങയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ മത്തങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് അത് നന്നായിട്ട് വേകണം. ആ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് അതവിടെ മൂടി അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് തേങ്ങയും പച്ചമുളകും കടുക് ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. അല്ലാതെ വേറെ നമുക്ക് ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ വേണ്ട. ഇത് മൂന്നും കൂടെ നന്നായിട്ട് അങ്ങ് അരയ്ക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരയ്ക്കാനായിട്ട്. അത് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ മത്തങ്ങായും നമ്മുടെ പൈനാപ്പിളും കൂടെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മത്തങ്ങയും പൈനാപ്പിളും ഒക്കെ വെന്ത് വെള്ളമെല്ലാം വറ്റിയിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് അതിൻ്റെ മത്തങ്ങയും പൈനാപ്പിളും കൂടെ എടുത്തിട്ട് നമ്മൾ അരച്ച മിക്സിയുടെ ജാറില്ലേ അതിനകത്തേക്ക് തന്നെ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ അരച്ച കൂട്ട് അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് അത് വീണ്ടും അവിടെ നിന്ന് കുറുകാൻ വെക്കുക. അതവിടെ ഇരുന്ന് അങ്ങ് കുറുകിക്കോട്ടെ. അതവിടെ ഇരുന്ന് കുറുകി നല്ല ഈ ഒരു പരുവത്തിലായി എല്ലാം വരുമ്പോഴേക്കും ഇടയ്ക്ക് ഉപ്പുണ്ടാകുന്ന നോക്കണം. അത് മറക്കല്ലോ ഉപ്പുണ്ടാകുന്ന നോക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മത്തങ്ങയുടെ കഷ്ണം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാൻ മറക്കണ്ട. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അരപ്പിൻ്റെ കൂടെ തൈരിട്ട് അരയ്ക്കാൻ ഓർമ്മ വേണം. അത് തൈരിട്ട് വേണം അരയ്ക്കാനെന്ന്. ഞാനത് മറന്നു പോയത് കാരണം എനിക്ക് രണ്ടാമത് തൈര് ചേർക്കേണ്ട വന്നു. അപ്പോൾ എപ്പോഴും അരപ്പിൻ്റെ കൂടെ തന്നെ തൈര് ചേർക്കുന്നത് നല്ലത്. പിന്നെ ഇതുപോലൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്തമുന്തിരിങ്ങ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഇപ്പോൾ തന്നെ എന്ത് രസമുണ്ടല്ലോ അത് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് അലങ്കരിച്ച് അവിടെയൊക്കെ അങ്ങ് സെറ്റാക്കി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് താളിക്കണമല്ലോ. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇത്ര ഇട്ട് വേണം താളിക്കാനായിട്ട്. താളിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ പച്ചടിയിലേക്ക് ഒഴിക്കാവുള്ളൂ. അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അതൊന്ന് അതിൻ്റെ ആ എണ്ണ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് നമ്മൾ എന്ത് പറതാളിച്ചാലും കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആ എണ്ണ അതിനകത്ത് നിന്ന് ഇറങ്ങിക്കോളും. അതിന് ശേഷം നമ്മൾ കഴിക്കാറാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് കഴിക്കുക.